Hello students, welcome to National Academy. NIS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള നമ്പറുകളെ കുറിച്ചാണ്. നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻഡിജേഴ്സ്, റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ എന്നീ തരത്തിലുള്ള വിവിധ തരം നമ്പറുകളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുത്തി പോകുന്നത്. വിവിധ തരത്തിലുള്ള നമ്പറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും ഇൻഡിജേഴ്സും നമ്മൾ സാധാരണ പരിചയപ്പെടുന്ന നമ്പറുകളാണ്. എന്തൊക്കെയാണ് ഈ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും അതുപോലെ നമ്മുടെ ഇൻഡിജേഴ്സും എന്തൊക്കെയാണ് ഇവ? നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്ന 1 2 3 4 5 6 എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹോൾ നമ്പർ എന്നുള്ളത്? ഇവിടെ പറഞ്ഞ ഈ നാച്ചുറൽ നമ്പറുകളുടെ കൂടെ ഒരു സീറോ കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് 0 1 2 3 എന്ന് തുടങ്ങുന്ന ഈ നമ്പറുകളെ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും തമ്മിലുള്ള വ്യത്യാസം, ഹോൾ നമ്പറിൻ്റെ കൂടെ ഒരു സീറോ, അതായത് നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഒരു സീറോ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഹോൾ നമ്പർ കിട്ടുന്നു. ഇനി എന്താണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്? നോക്കൂ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ നമ്പറുകളിൽ നമുക്ക് വിവിധ തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് നടത്താറുണ്ട്. അതായത് ഒരു ഉദാഹരണത്തിന് 6 - 4 എന്നുള്ളത് 2 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 7 - 5 എന്നുള്ളതിൽ ചെയ്താൽ നമുക്ക് 2 ആണ് ലഭിക്കുന്നത്. എന്നാൽ 2 - 4 എന്നുള്ളത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാണ്? നോക്കൂ, ഒന്ന് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ നമ്പറാണ് നമ്മൾ കുറക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ 2 - 4 എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നത് -2 എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മൈനസ് നെഗറ്റീവ് നമ്പേഴ്സ് കൂടി അവിടെ വരുന്നു. അപ്പോൾ നോക്കൂ, -1 സീറോക്ക് ഇപ്പുറം എന്തുണ്ടായിരിക്കും? നോക്കൂ, ഒരു നമ്പർ ലൈൻ നമ്മൾ വരക്കുമ്പോൾ ഏറ്റവും സെൻറ്ററിലായിട്ട് 0 ഉണ്ടാകുന്നു. ഇനി വലതുവശത്തേക്ക് പോകുമ്പോൾ 1 2 3 4 5 എന്ന് വരുന്നു. അതിനിടത് വശത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ വരുന്നു? -1 -2 -3 എന്നുള്ള നമ്പറുകൾ വരുന്നു. ഈ പറയുന്ന -1 -3 പോലെയുള്ള നമ്പറുകളും കൂടി ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് നമ്പർ കൂടി വരുന്നു എന്നുള്ളതാണ് ഇൻഡിജേഴ്സിന്റെ പ്രത്യേകത. അതിൽ തന്നെ പോസിറ്റീവ് ഇൻഡിജറും നെഗറ്റീവ് ഇൻഡിജറും കൂടി ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി റാഷണൽ നമ്പേഴ്സ് ഉണ്ടല്ലോ. എന്നാണ് ഈ റാഷണൽ നമ്പേഴ്സ്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും കുറിച്ചാണ്. അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഇനി റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ നമ്പറുകളെ എങ്ങനെയാണ് അതിൻ്റെ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അതായത് റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് റാഷണൽ നമ്പേഴ്സ് എന്നാണ്. എന്താണ് ഈ റാഷണൽ നമ്പേഴ്സ്? P/Q ഫോമിൽ എഴുതുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന P/Q എന്നുള്ള ഫോമിൽ എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ. നോക്കൂ, ഇവിടെ നമ്മൾ P/Q എന്നുള്ള ഫോമിലാണ് എഴുതുന്നത്. ഈ P/Q എന്ന് പറയുമ്പോൾ പിയും ക്യൂയും എന്തായിരിക്കണം? രണ്ട് ഇൻഡിജേഴ്സ് ആയിരിക്കണം. അതിൽ തന്നെ ഈ Q എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ 0 ആകാൻ പാടില്ല എന്ന് പറയുന്നത്? നോക്കൂ, 0 ഒരു ഇൻറ്റിജർ ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ 2/0 എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാത്ത ഒരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതൊരു ഇൻറ്റിജർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 2/3 എന്ന് പറയാം, ഇതൊരു ഇൻറ്റിജർ ആണ്. 3/2 എന്ന് പറയാം, അതൊരു ഇൻറ്റിജർ ആണ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ P/Q എന്നുള്ള ഫോമിൽ നമ്മളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻറ്റിജേഴ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നോക്കുന്നു.
ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നോക്കൂ, ഒരു P/Q ഫോമിലുള്ള നമ്പറും ഒരു R/S എന്നുള്ള നമ്പറിലുള്ള ഈ രണ്ട് തരത്തിലുള്ള നമ്പറുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ P/Q എങ്ങനെയാണ്, R/S എങ്ങനെയാണ്? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ തന്നതുപോലെ തന്നെ 2/3 പ്ലസ് 3/3 എന്നുള്ള രൂപത്തിൽ തന്നു എന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ ഇൻഡിയേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് അഡീഷൻ എന്ന് പറയും. 2/3യും 3/3. ഇതാണ് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഇനി നോക്കൂ, ഇതേ സംഖ്യ തന്നെ 4/3 മൈനസ് 2/3 നമുക്ക് ചെയ്യാം. ഇതും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടുന്നത്. ഇത് ചെയ്യുന്നതിന് ഓരോ രീതികളുണ്ട്, ഓരോ നിയമങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്ന് വിശദമാക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ ക്ലാസ്സുകളായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഉടനെ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.